FCRAയിൽ ക്രൈസ്തവ സഭകൾക്ക് ഒളിയമ്പുമായി BJP ദേശീയ സെക്രട്ടറി അനിൽ ആന്റണി. എന്നാ അപരാധോടാ ക്ലീറ്റസ് നിങ്ങൾ കാണിച്ച്? സമാധാനത്തിന്റെ നന്മയുടെ വഴിയിലൂടെ ഒരു ചെറു സമൂഹത്തെ നയിക്കുന്ന വിശുദ്ധനായ ഇടയൻ എന്ന നിങ്ങളുടെ മുഖപടമാണ് ഇവിടെ അഴിഞ്ഞു വീണിരിക്കുന്നത്. വിദേശ ശക്തികൾ ഇന്ത്യയിലെ പലയിടങ്ങളിലും കടന്നു വരുന്നത് തടയാനാണ് കേന്ദ്രത്തിന്റെ ശ്രമം. ദേശ സുരക്ഷയുടെ ഭാഗമായാണ് നടപടിയെന്നും അനിൽ ആന്റണി റിപ്പോർട്ടറിനോട് പറഞ്ഞു. FCRAനെ കുറിച്ച് വളരെ വ്യക്തമായി ആഭ്യന്തരമന്ത്രി പറഞ്ഞിട്ടുണ്ട്. നന്നായി കുരക്കണം പഴയ വീടാ. 1976 ആദ്യമായിട്ട് ഇന്ദിരാജിയുടെ സമയത്ത് ഇത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത്, പുറത്തുനിന്ന് കാശ് വരുമ്പോൾ അത് എന്തിനു വരുന്നോ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണം. പ്രതിഭയാണ്, പ്രതിഭാസമാണ്, അക്കൗണ്ടബിലിറ്റി വേണം, അത്രേ പറയുന്നുള്ളൂ. ഇതൊക്കെ പല ആശങ്കകളും അത് ഒരു തെറ്റിദ്ധാരണയാണ്. പിന്നൊരു കാര്യം, കാരണം ഇതിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ആർക്കും എതിരെയല്ല. അതിന് അക്കൗണ്ടബിലിറ്റി വേണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കണക്ക് കൃത്യമായിരിക്കണം. ഒടുവിൽ അനിൽ ആന്റണി എല്ലാം മറന്നുവല്ലേ? FCRA ബില്ലിനെ ന്യായീകരിക്കുകയാണോ പരോക്ഷമായി? എന്ത് ചെയ്യും മുത്തശ്ശി? നല്ലതുപോലെ ന്യായീകരിക്കുകയാണ് BJP ദേശീയ സെക്രട്ടറി കൂടായ അനിൽ ആന്റണി. FCRAയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നവുമില്ല, കേന്ദ്ര സർക്കാർ തന്നെ നിലപാട് വ്യക്തമാക്കിയതാണ്. ചോറുകൾ പലതരം: നെയ്ച്ചോറ്, പാൽച്ചോറ്, ചക്കരച്ചോറ്, വെറും ചോറ്, ഉണക്കച്ചോറ്. ഇതാണ് സാക്ഷാൽ കൊലച്ചോറ്. വ്യക്തമായ നിലപാടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി ബില്ല് ആദ്യഘട്ടത്തിൽ കൊണ്ടുവന്നത് തന്നെ UPA സർക്കാർ. ചെറിയ മോഡിഫിക്കേഷൻസ് മാത്രമാണ് നിലവിൽ NDA സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ന്യൂനപക്ഷമാണെന്നുകൊണ്ട് എന്തും പറയരുത്. എങ്ങനെയാണോ ഫണ്ട് വരുന്നത് അത് കൃത്യമായി എവിടെയെങ്കിലും ഉപയോഗിച്ചാൽ ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ല. അതിന്റെ കൃത്യമായ കണക്കുകളൊക്കെ കേന്ദ്ര സർക്കാരിന് നൽകി അത് മറ്റൊരു തരത്തിലും നൽകുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് അത് കൃത്യമായി കേന്ദ്ര സർക്കാരിന് മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല എന്നാണ് അനിൽ ആന്റണി വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ കോടികൾക്കിടയിൽ നിന്നും ഇത്ര ലക്ഷം ഊരിയെടുത്താൽ ആരും അറിയാൻ പോണില്ല. ക്രൈസ്തവ സഭകളുമായിട്ട് ബന്ധപ്പെട്ട ചില ആശങ്കകൾ ഉയർന്നിട്ടുണ്ടല്ലോ, അത് BJP അനുഭാവപൂർണ്ണം പരിഗണിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ക്രൈസ്തവ സഭകളുടെ ആശങ്കകളൊക്കെ തെറ്റിദ്ധാരണാജനകമാണ്, തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എന്നതാണ് ഇപ്പോൾ അനിൽ ആന്റണി പറയുന്നത്. ഛേദമില്ലാത്തവന്റെ മുതൽ ഈ നാണമില്ലാത്തവൻ നക്കുന്നു എന്ന് പറഞ്ഞ പോലെ ക്രൈസ്തവ സഭകൾ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വലിയ രീതിയിലുള്ള ആശങ്കകൾ പ്രകടിപ്പിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത്. അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ BJPയുടെ സംസ്ഥാന നേതൃത്വം തന്നെയാണ് ദേശീയ നേതൃത്വത്തിനോട് അറിയിച്ചത്. എന്നെക്കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ. FCRA ബില്ല് അത് പാസ്സാക്കി കഴിഞ്ഞാൽ കേരളത്തിന്റെ അതിന്റെ അലയൊലികൾ സൃഷ്ടിക്കും, വലിയ രീതിയിലുള്ള തിരിച്ചടി BJPക്ക് ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞാണ് അന്ന് FCRA ബില്ല് അവതരിപ്പിക്കാതിരുന്നത്, പിന്നീട് അത് പാർലമെന്റിൽ ചർച്ചയാക്കാതിരുന്നത്. നമുക്കറിയാവുന്ന മാർഗങ്ങൾ ഇതൊക്കെയല്ലേ ഉള്ളൂ. നമ്മളിവിടെ അത്ഭുതം കാണിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്.